അപ്പോൾ യേശു വന്നതും ബൈബിൾ എഴുതപ്പെട്ടതും സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഈ ദൈവപുത്രനെ കാണിച്ചു കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നുണ്ട് 20-ാമത്തെ അധ്യായത്തിൽ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ? അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ യേശു പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് യേശു അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? അതും വചനം എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ എഴുതിയതും യേശു അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ വിശ്വാസം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അവനാണ് ലോകം കാത്തിരിക്കുന്ന ഏക രക്ഷകനും ദൈവത്തിൻ്റെ പുത്രനെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എന്നാൽ നമ്മൾ ഈ അത്ഭുതങ്ങൾ അടയാളം സ്വീകരിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ്. ഇല്ലേ? കിട്ടി, എനിക്കൊരു രോഗസൗഖ്യം കിട്ടി, എൻ്റെ ഒരു ജോലിക്ക് പ്രശ്നം സൗഖ്യം കിട്ടി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞിരുന്നാൽ പോരാ. കാരണം ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന, ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ ഉഴലി നടക്കുന്ന ആയിരങ്ങൾ ഈ ലോകത്തിലുണ്ട്. മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ള, മനുഷ്യന് ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ കഴിയുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ഇവർക്ക് കാണിച്ചു കൊടുക്കുക ഇവനാണ് ദൈവപുത്രൻ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ ബൈബിള് എഴുതിയിരിക്കുന്നത്. ഇത് തന്നെ ആയിരിക്കണം ബൈബിൾ വായിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യവും ദൗത്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഈ രക്ഷയും പൂർണ്ണതയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളും ഓരോരുത്തരും ഈ യേശുവിനെ പ്രഘോഷിക്കുന്നവരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മൈക്കെടുത്ത് പ്രഘോഷിക്കാൻ പറ്റിയെന്നൊന്നും വന്നിരിക്കില്ല. നിങ്ങൾക്ക് നമ്മുടേതായ ജീവിതത്തിൻ്റെ എല്ലാ തലം, നമ്മളെല്ലാവരും വചനം മൈക്കൊണ്ട് പറയണമെന്നില്ല. ഈ യേശുവിനെ നമ്മുടേതായ രീതിയിൽ നമുക്ക് പറയാം. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ഒരു സ്ത്രീ, അവർ കല്ല് വെട്ടുന്ന, കരിങ്കല്ല് പൊട്ടിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഒരിക്കൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നു. ആദ്യമായിട്ട് ധ്യാനം കൂടുക. അപ്പം ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവർക്ക് വലിയൊരു ആഗ്രഹം, ഈ രക്ഷകനെ, ഈ യേശുവിനെ എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ അവർ പനക്കലച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛാ എനിക്കൊരു വചനം തരാമോ? എനിക്ക് വായിക്കാനും പഠിക്കാനും ഒന്നും അറിയില്ല, എനിക്ക് ഒരു വചനം പഠിപ്പിച്ചു തരാം, ഞാൻ അതുകൊണ്ടൊരു സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് വലിയ അതിശയം, ഈ പെൺകുട്ടി എന്ത് ചെയ്യാനായിട്ട്? എന്നാൽ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, റോമ 8:28 പഠിച്ചോളുക. എന്താണ് അച്ഛാ അത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അത് എല്ലാ നന്മയ്ക്കായി പരിണമിക്കും. ഇതൊന്ന് പഠിച്ചോളുക. ഓക്കെ, അവൾക്ക് സന്തോഷമായി പഠിച്ചു അല്ലേ? അവർ പോവുകയും ചെയ്തു. ഏകദേശം 2-3 മാസം കഴിഞ്ഞ് ആ സ്ത്രീ വീണ്ടും വന്നു, അച്ഛാ എനിക്കൊരു വചനം കൂടി തരുമോ? അതെന്താണ്? അപ്പം ഞാൻ നേരത്തെ തന്ന വചനം എന്താ? ആ വചനം വെച്ച് 64 പേരെ ഞാൻ ധ്യാനം കൂടിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലേ? അപ്പോൾ എനിക്ക് ഒരു വചനം കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ അറിയുന്നില്ല. പക്ഷേ അങ്ങ് എനിക്ക് തന്ന ഒറ്റ വചനം വെച്ച് 64 പേരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേരെ യേശുവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്? ബൈബിളിൽ യേശുവിനെ അറിഞ്ഞ എല്ലാവരുടെയും ജീവിതം നമുക്ക് കാണാം. സമറിയാക്കാരി സ്ത്രീ 5 പുരുഷന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ അവൾ യേശുവിനെ കണ്ടെത്തി. 6-ാമൻ്റെ കൂടെ വസിക്കുമ്പോൾ അവൾ എന്താ ചെയ്ത്? യേശു അനുഭവം കിട്ടിയപ്പോൾ ഈ യേശുവിനെ കൊണ്ടു കൊടുക്കുവാനായിട്ട് പോയി. സക്കേവൂസ് അവന് യേശുവിനെ അറിഞ്ഞപ്പോൾ എന്ത് സംബന്ധിച്ച് അവനുണ്ടായിരുന്ന എല്ലാം ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി കൊടുക്കുകയാണ്. മഗ്ദലന മറിയം, ഇങ്ങനെ ബൈബിളിൽ കാണുന്ന എല്ലാവരുടെയും ജീവിതം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരെയും, ക്രിസ്തുവിനെ അനുഭവിച്ച ഓരോരുത്തരുടെയും ദൈവികമായിട്ടുള്ള ദൗത്യമാണ്, അവൻ്റെ കടമയാണ് ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെ മാത്രമേ യേശു വാഗ്ദാനം ചെയ്ത രക്ഷ നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവാഞ്ചലി നുൻഷിയാന്തി എന്ന് പറയുന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ജനതകളോട് നാം സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ തന്നെയും ദൈവത്തിന് അവിടുത്തെ അനന്ത കാരുണ്യത്തിൽ മറ്റു മാർഗങ്ങളിലൂടെ മനുഷ്യരക്ഷ നേടാൻ കഴിയും. അപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവത്തിന് ഈ രക്ഷ മറ്റ് പല രീതിയിലും മനുഷ്യരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് പറയുകയാണ്, പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷ കൊണ്ടോ ഭയം കൊണ്ടോ ലജ്ജ കൊണ്ടോ
തെറ്റിദ്ധാരണ കൊണ്ടോ സുവിശേഷം പ്രസംഗിക്കുന്നതിന് സന്നദ്ധ പ്രകടിപ്പിക്കാതിരുന്നാൽ രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയുമോ? അല്ലേ, മാർപ്പാപ്പ ചോദിക്കുന്നൊരു വലിയ ചോദ്യമാണ്. വീണ്ടും നമ്മൾ അടുത്ത വേറൊരു ചാക്രിക നമ്മൾ കാണുന്നുണ്ട്. റിഡംറ്റോറിസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ വലിയ പ്രക്രിയയോട് നിങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ബോധപൂർവം സഹകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർശനമായി വിധിക്കപ്പെടുകയും ചെയ്യും എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. കാരണം ഈ രക്ഷ അനുഭവിച്ച നമ്മൾ, ഈ ദൈവപുത്രനെ അനുഭവിച്ച നമ്മൾ, നമ്മുടെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, സമ്പത്ത് കൊണ്ട്, നമ്മുടെ അധികാരങ്ങൾ കൊണ്ട്, ദൈവം നൽകിയ എല്ലാം കൊണ്ടും ഈ രക്ഷകനെ മറ്റുള്ളവർ കൊടുക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല എന്ന് മാത്രമല്ല, വലിയ ശിക്ഷയ്ക്ക് നമ്മൾ അർഹരാകുന്നും പറയുകയാണ്. കാരണം ഞാൻ പറയാം, അതുകൊണ്ടാണ് പൗലോസ്ലീഹയൊക്കെ പറയണത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. കാരണം എന്താണ്? ഈ വലിയ രക്ഷ അറിയുന്ന ഒരു വ്യക്തി, അത് അറിയാവുന്ന ഒരു കഷ്ടപ്പെടുന്നല്ലേ, നമ്മുടെ ചുറ്റുപാടുകളിലും വേദനിക്കുന്ന ക്യാൻസർ, മറ്റ് മാരക രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ മാനസിക പ്രശ്നങ്ങൾ കഴിയുന്ന, പാപത്തിൻ്റെതായ പല പ്രശ്നം കഴിയുന്ന ക്രിസ്ത്യാനികളുണ്ട്, മറ്റ് മതസ്ഥിലുള്ളവരുണ്ട്. ഇവരെല്ലാവരും കിടക്കുന്ന കണ്ടിട്ട് നമ്മൾ ഇവരോട് ഇതിന് പരിഹാരമായിട്ട് ഒരു രക്ഷകനുണ്ടെന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ എന്ന് ഞാൻ പറയും. മാർപ്പാപ്പ പറയുന്നുണ്ട്, കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്നുണ്ടോ, എനിക്ക് അത്രയ്ക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല സഹോദര, എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയാൻ പാടില്ല, അല്ലേ? ചിലപ്പോൾ ആൾക്കാരെ നമ്മളോട് ചോദിക്കും, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളോട് അതൊന്നും നമുക്ക് ചിലപ്പോൾ അറിയണില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അല്ലേ? ആ ഒരു സ്ത്രീ ഒരു വചനം കൊണ്ട് 64 പേരെ എത്തിച്ചെങ്കിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ നമ്മുടെ സമറിയാക്കാരി സ്ത്രീ ഒരു വേശ്യയായിരുന്നു. അവൾ ബൈബിൾ പഠിച്ചിട്ടാണോ സുവിശേഷം പ്രസംഗിക്കാൻ പോയത്? അല്ല, അവളുടെ ക്രിസ്തു അനുഭവം, അല്ലേ? അവൾ അനുഭവിച്ച ക്രിസ്തുവിനെ അവൾ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതിന് സുവിശേഷം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് അനുഭവിച്ച ക്രിസ്തുവിനെ നീ പറഞ്ഞു കൊടുക്കുക. നിന്റെ ചുറ്റുപാടിലുള്ള, അയൽപക്കങ്ങളിലുള്ള, ജോലി സ്ഥലങ്ങളിലുള്ള, നിന്റെ സമൂഹത്തിലുള്ള വേദനിക്കുന്നവര്, കഷ്ടപ്പെടുന്നവര്, ദാരിദ്ര്യവും മറ്റ് പ്രശ്നങ്ങളിൽ കിടക്കുന്നവർ പറയാ, സഹോദര, നിന്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് എന്താ മോനെ പരിഹാരം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും ഇത്രയും പറഞ്ഞാൽ മതി. ഇത് പറയാനേ യേശു നമ്മൾ പറയാം. അല്ലാണ്ട് ബൈബിള് വ്യാഖ്യാനിക്കാനോ ബൈബിള് മുഴുവനും പഠിക്കാനോ അത് പതുക്കെ നമുക്ക് പഠിച്ചെടുക്കാം. എന്നാൽ നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന മക്കളോട് ഒരു വാക്യം പറയുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഞാൻ ചെല്ലുമ്പോൾ, ആ സ്ഥാപനം ഒത്തിരി പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുക. ഏകദേശം 7-8 കോടി രൂപയോളം കടബാധ്യതയുള്ളൊരു സ്ഥാപനമാണ്. എല്ലാ പ്രശ്നങ്ങളും കിടക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്നാൽ അവിടെ കയറി ചെന്ന്, എനിക്കറിയാം നമ്മൾക്ക് എല്ലാവർക്കും ജോലി തരുന്നത് എന്തിനാണ്? ദൈവം ജോലി. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നമുക്കൊരു ജോലിയില്ല, നമുക്കെല്ലാവരും ദൗത്യമുള്ളൂ. എന്താണ്? ദൈവരാജ്യം സ്ഥാപിക്കുക നാം ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം പോകുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ ബിസിനസ് ചെയ്യുന്നത്, എല്ലാം അതിനു വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ ആ സ്ഥാപനത്തിൽ ചെന്ന് എൻ്റെ മുതലാളി ഒത്തിരി കഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, കടബാധ്യത മൂലം മുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നൊരു കാര്യമില്ല, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കും, അല്ലേ? അദ്ദേഹം വിശ്വസിച്ചു, ഒരു ധ്യാനം കൂടി, യേശുവിനെ സ്വന്തമാക്കി. അതിനുശേഷം അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു, അല്ലേ? ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ദൗത്യത്തിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. സുവിശേഷം പ്രഘോഷിക്കുവാൻ, സുവിശേഷ വേലയുടെ ഉദ്യമത്തിനായി, അതിൻ്റെ സുവിശേഷം മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സഹായിക്കുവാൻ അദ്ദേഹം ഇറങ്ങിത്തരാൻ തുടങ്ങി. തന്നാലാവുന്ന വിധം തൻ്റെ അറിവനുസരിച്ച് മറ്റുള്ള വ്യക്തികളോടും പറയും. ഏകദേശം 1.5 വർഷം കഴിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്ഥാപനം അത്ഭുതകരമായിട്ട്, ഞങ്ങൾ ഇന്ത്യയിലെ 36ാമത്തെ സ്ഥലത്ത് റാങ്കിൽ കടന്നിരുന്ന ഞങ്ങൾ 1ാം സ്ഥാനത്തേക്ക് എത്തി. ഏകദേശം 8 കോടി രൂപയുടെ കടബാധ്യതകൾ മാറി. ആ സ്ഥാപനത്തിൽ സന്തോഷവും സമാധാനം ഐശ്വര്യവും സമൃദ്ധമായുണ്ടായി. എല്ലാ രീതിയിലും അവിടെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമൂഹത്തിലും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളുണ്ടെങ്കിൽ വെറുതെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രം നമ്മുടെ രക്ഷ പൂർണ്ണമാവില്ല. കാരണം അത് നിങ്ങൾ അധരം കൊണ്ട് ഏറ്റുപറയാൻ കൂടി വിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ സഹോദരന് ഈ രക്ഷകനെ കാണിച്ചു കൊടുക്കാൻ കൂടി നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ആ ദൗത്യം ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ രക്ഷ പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞതില്ലേ, നിന്റെ വിശ്വാസം, പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്, അല്ലേ? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാത്ത വിശ്വാസം അതിൽ തന്നെ
മൃതമാണ് ഇല്ലേ? ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ കാണാത്തതിൻ്റെ കാരണം നമ്മളാരും ഇത് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി? ഫെയ്ത്ത് വിതൗട്ട് ഗുഡ് വർക്ക്സ് എന്നാണ് യാക്കോബ് ശ്ലീഹ പറയണത്. എന്താണ് ഈ ഗുഡ് വർക്ക്സ്? യേശുവിനെ കൊടുക്കുക. അതാണ് ഓരോ ക്രിസ്ത്യാനിക്ക് ചെയ്യുന്ന ഏറ്റവും ഒന്നാമത്തെ സൽപ്രവൃത്തി. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണമില്ലാത്തവർ ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർ വസ്ത്രം കൊടുക്കുക, രോഗികളെ ശുശ്രൂഷ ഇതൊക്കെ ചെയ്യുക. പക്ഷെ ആദ്യം അവൻ്റെ ആത്മാവ് രക്ഷിക്കണം, രക്ഷപാടണം. ഹല്ലേലൂയ. യോഹന്നാൻ 6:63 പറയുന്നുണ്ട്, എന്താണ്? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ആത്മാവിനെ നമ്മൾ നേടണം. യേശു ഭൂമിയിലേക്ക് വന്ന് നമ്മളെല്ലാവരും നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ലോകത്തിൽ കുറച്ച് എസ്റ്റേറ്റ് വാങ്ങി നല്ലൊരു മാളിക വീട് പണിത് വലിയൊരു ബിസിനസ് ചെയ്ത് നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. ഇതെല്ലാം ദൈവം തരും. പക്ഷേ പ്രഥമമായ ലക്ഷ്യം, ഓരോ ക്രിസ്ത്യാനിയുടെയും ആത്യന്തികമായ ലക്ഷ്യവും ദൗത്യവും യേശുവിനുണ്ടായിരുന്ന ലക്ഷ്യവും ദൗത്യമായിരിക്കണം. അങ്ങനെ നമ്മുടെ ലക്ഷ്യവും ദൗത്യവും യേശുവിൻ്റെ ദൗത്യത്തോട് ചേരുമ്പോൾ, ലക്ഷ്യത്തോടും ദൗത്യത്തോടും ചേരുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവിടുത്തെ വചനമനുസരിച്ച് നിങ്ങൾ ജീവിച്ചോ. ഞാൻ ഉറപ്പ് തരുന്ന പ്രിയമുള്ളവരെ, അവിടുത്തെ വാഗ്ദാനം പറഞ്ഞതുപോലെ മത്തായി 6:33 പറയുന്ന പോലെ നിങ്ങൾ ആവശ്യമുള്ളതെല്ലാം അതിനോടുകൂടെ ചേർക്കപ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സുവിശേഷം പ്രഘോഷിക്കുക, യേശുവിനെ കൊടുക്കുക എന്നുള്ളത് നമ്മളെ ചില വ്യക്തികൾക്ക് മാത്രം തിരഞ്ഞെടുത്തൊരിക്കുന്ന ഒരു കാര്യമല്ല. അത് ചില അച്ഛന്മാർക്ക്, കന്യാസ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വചനം പറയാൻ ചില ആൾക്കാർക്ക് മാത്രമുള്ളതല്ല. അത് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും പ്രഥമമായിട്ടുള്ള ദൗത്യമാണ്. അത് കടമയാണ്, അതൊരു ഓപ്ഷൻ അല്ല. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ്? ദുരിതം എന്ന് പറയും. ഹല്ലേലൂയ. പൗലോസ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത് ദുരിതമാണ്. ഇന്ന് എനിക്കറിയാം അനേകരുണ്ട് ഇന്ന് ഈ കർത്താവിനെ അറിഞ്ഞിട്ട് അതിനുവേണ്ടി ഇറങ്ങിയതിന് ശേഷം പറ്റുന്നൊരു പ്രശ്നമുണ്ട് അല്ലേ? ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയവരുണ്ട്, എന്നാൽ ഒരു ജോലിയില്ലാതെ വിദ്യാഭ്യാസം ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന സമയത്ത് യേശുവിനെ അറിഞ്ഞു. അതിനുശേഷം എനിക്കറിയാം ഒത്തിരി യുവജനങ്ങളെ അറിയാം. ഞാൻ ജീസസ് യൂത്തിലൊക്കെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ജീസസ് യൂത്തിൽ ഒത്തിരി മക്കളുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് മക്കൾ ഇറങ്ങുമായിരുന്നു യേശുവിന് വേണ്ടി. അങ്ങനെ ഇറങ്ങിയവരെല്ലാവരും 98% മക്കളും അനുഗ്രഹിക്കപ്പെട്ടാൽ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം സങ്കടത്തോടെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഈ അനുഗ്രഹമെല്ലാം കിട്ടിയതിന് ശേഷം അവർ സ്വന്തം ഭവനങ്ങളിൽ തൻ്റെ രാജ്യം വിസ്തൃതമാക്കാനായിട്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് അനേകരെ എനിക്കറിയാം കുടുംബത്തിൽ പ്രശ്നമായി, ദാമ്പത്യത്തിൽ പ്രശ്നമായി, മക്കളിൽ പ്രശ്നമായി, ബിസിനസ്സിൽ പ്രശ്നമായി. എന്താണ് കാര്യം? അവരവരുടെ രാജ്യം വിസ്തൃതമാക്കാനായിട്ട് പരിശ്രമിച്ചു. ഇന്ന് കരിസ്മാറ്റിക് നവീകരണത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തമെന്ന് ഞാൻ പറയുന്നതാണ്, നമ്മൾ ഓരോരുത്തരും യേശുവിനെയും കൊണ്ട് നമ്മുടെ രാജ്യം വിസ്തൃതമാക്കാനായി പോയി. പ്രിയമുള്ളവരെ, അവിടെ വിസ്തൃതി ഉണ്ടാവില്ല, അവിടെ വിസ്തൃതി ഉണ്ടാവില്ല. ഹോസിയ ആഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഓരോരുത്തരും മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും മച്ചിട്ട ഭവനങ്ങൾ വസിക്കുമ്പോൾ, കർത്താവിൻ്റെ ആലയം നശിച്ചു കിടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മച്ചിട്ട ഭവനത്തിൽ വസിക്കുന്നു. നിങ്ങൾക്ക് അവിടെ സമാധാന ഐശ്വര്യം ഉണ്ടാവില്ല. കാരണം നിന്റെ സഹോദരൻ്റെ ആലയം തകർക്കപ്പെട്ട് കിടക്കുമ്പോൾ, ഏതാണ് ആലയം? നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ് അല്ലേ? ഈ ആലയങ്ങൾ തകർന്നു കിടക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആലയങ്ങൾ തകർന്നു കിടക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായിട്ട് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാവില്ല. നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് അനേകം പണ്ട് സുവിശേഷം തീഷ്ണമായി പ്രഘോഷിച്ചിരുന്ന പലരും ഇന്ന് വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാനിന്ന് വിവാഹം കഴിച്ചു, ഭാര്യ സമ്മതിക്കുന്നില്ല. ചിലർ പറയാണ്, എനിക്കൊരു ജോലിയായി, അതുകൊണ്ട് ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പാവം, കർത്താവ് ഒരു നല്ല ജോലി കൊടുത്തത് അവനൊരു ശപമായി മാറുകയാണ് പലർക്കും അല്ലേ? പല അനുഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് ബന്ധനങ്ങളായി മാറുകയാണ്. പ്രിയമുള്ളവരെ, നിന്റെ ജോലിയും നിന്റെ വിദ്യാഭ്യാസവും നിന്റെ ദാമ്പത്യത്തിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മൾ പിന്മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ക്ഷാമവും ഉണ്ടാകും. എന്നിട്ട് ഹഗായി പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സംതൃപ്തരാകുന്നില്ല. നിങ്ങൾ പുതപ്പ് മൂടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ കുളിര് മാറുന്നില്ല ഇല്ലേ? പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ചെയ്തിട്ടും കുടുംബത്തിൽ പ്രശ്നമാണ്. കാരണം എന്താണ്? നിങ്ങൾ സമ്പാദിക്കുന്നത് ഓട്ടസഞ്ചിയിൽ നിക്ഷേപിക്കുന്ന പോലെയാണ്. സമ്പാദിക്കുന്നുണ്ട്, വേറൊരു വസ്തുവിൽ പോകുന്നത്. കാരണം എന്താണ്? എൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആരും ആകുലരല്ല. എന്നിട്ട് വീണ്ടും പ്രവാചകൻ പറയാണ്, എൻ്റെ ആലയത്തിന് കല്ലിട്ട നാൾ മുതൽ ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഇല്ലേ? നമ്മുടെ ആലയങ്ങൾ നമ്മൾ പുനരുദ്ധരിക്കണം. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. അതിലുള്ള പാപത്തിൽ നിന്ന് മാറി യേശു വരുന്ന രക്ഷ നമ്മൾ സ്വന്തമാക്കണം. ഒപ്പം നിന്റെ സഹോദരൻ്റെ ആലയം പടുത്തുയർത്തുക നിന്റെ ക്രിസ്തീയ ദൗത്യമാണ്, ധർമ്മമാണ്. അത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമല്ല. മാർപ്പാപ്പ പറയണത് പോലെ അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ഇറങ്ങാം ക്രിസ്തുവിൻ്റെ സ്നേഹമായി, ക്രിസ്തുവിൻ്റെ രക്ഷയായി, ആ രക്ഷകന്റെ വീഞ്ഞും ആ എണ്ണയുമായിക്കൊണ്ട് മുറിവേറ്റ് കിടക്കുന്ന മക്കളിലേക്ക്, ജാതി മത ഭേദമന്യേ ദൈവത്തിൻ്റെ മക്കളിലേക്ക് ഈ രക്ഷകന്റെ രക്ഷയും ഈ എണ്ണയും വീഞ്ഞുമായി നമുക്ക് ചെല്ലാം. അപ്പോൾ നമ്മൾക്ക് ജീവന്റെ സമൃദ്ധി ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഷാലോം മെഗാ ഫെസ്റ്റിവൽ 2000